ശിശിരിച്ചത് എങ്ങോട്ട് പോവാ? എനിക്ക് രാജീവേന്റെ പേരില് കുറച്ച് വഴിപാടുകൾ നടത്താനുണ്ട്. 1-2 അമ്പലങ്ങളിൽ പോണം. അല്ല, രാജീവിന് സ്പോഞ്ച് ബാത്ത് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുള്ളതല്ലേ? ഇന്നലെയും ചെയ്തില്ലല്ലോ. ഇന്നെങ്കിലും ചെയ്യണം. സ്പോഞ്ച് ബാത്ത് ചെയ്യണമെങ്കിൽ ചെയ്യണം. അതിന് ഞാനെന്ത് വേണം? അത് ഞാനാണോ ചെയ്യണ്ടേ? സ്വന്തം ഭാര്യയല്ലേ ഇതൊക്കെ ചെയ്യണ്ടേ? ഒരു കാര്യം ചെയ്യും, ചെന്ന് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വാ. ഇത് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോയാൽ മതി. ഈ അവസ്ഥയിൽ കിടക്കുന്ന ഭർത്താവിനെ ശുശ്രൂഷിക്കുന്നതിനേക്കാളും വലിയ പുണ്യം വേറൊന്നുമില്ല. അയ്യടാ, അത് കൊള്ളാം. എത്ര സമയം കൊണ്ടാ ഞാൻ ഇങ്ങനെയൊന്ന് റെഡിയായെന്നറിയോ? ഇനി ഇതൊക്കെ മാറ്റിയിട്ട് രാജീവേട്ടനെ കഴുകാനും തുടക്കാനൊക്കെ വന്നാലേ ഞാൻ വീണ്ടും കുളിക്കണം, വീണ്ടും ഒരുങ്ങണം. അമ്പലത്തിൽ പോകാൻ പിന്നെ ഒരുപാട് വൈകും. ഇതിനൊക്കെയാ ഞാൻ പറഞ്ഞത് ഒരു ഹോം നഴ്സിനെ വയ്ക്കണോന്ന്. അപ്പോ ഇവിടെ ആർക്കും വയ്യല്ലോ. അപ്പൊ പിന്നെ ഇതൊക്കെ എല്ലാരും കൂടി അങ്ങ് ചെയ്താ മതി. അവനവൻ ചെയ്യേണ്ട കടമ ചെയ്യാനേ ഹോം നഴ്സിനെ ഏൽപ്പിക്കുന്ന അത്ര നല്ല രീതിയല്ല. കടമയൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട. നിർത്തടി. ആരോട് സംസാരിക്കുന്നത് നിനക്ക് വല്ല ഓർമ്മയുണ്ടോ? സമൃദ്ധിയോട് ഇങ്ങനെ സംസാരിക്കാൻ നിനക്കെന്ത് യോഗ്യതയുള്ളത്? സ്വന്തം ഭർത്താവിനെ നോക്കുന്നതിന് പകരം അവൾ അമ്പലത്തിൽ പോന്നു. അമ്മ ഈ കാര്യത്തിൽ ഇടപെടണ്ട. അമ്മയ്ക്കും ഗൂഗിളിനല്ലാതെ പിന്നെ ആർക്കാ ഈ കാര്യത്തിൽ ഇടപെടാൻ അവകാശമുള്ളത്? സത്യത്തിൽ രാജീവിനോട് ചേച്ചിക്ക് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടോ? എനിക്ക് ഇത്രയും ആത്മാർത്ഥതയൊക്കെ ഉള്ളൂ. ഇനിയേ അത്രയ്ക്ക് വിഷമാണെങ്കിലേ സ്പോഞ്ച് ബാത്ത് ചെയ്യാൻ സ്വന്തം കെട്ടിയവനോട് പോയി പറ. ഒരേ ഒരു അളിയനല്ലേ, ഒന്ന് സ്പോഞ്ച് ബാത്ത് ചെയ്തു കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. എനിക്ക് അമ്പലത്തിൽ പോകാൻ സമയമായി. വേണമെങ്കിലേ അത് കഴിഞ്ഞിട്ട് വന്ന് നോക്കാം. ചേച്ചി കണ്ടില്ലേ അവളുടെ അഹങ്കാരം? ഈ ചൂടുവെള്ളം എടുത്ത് അവളുടെ തലയിൽ കൂടി ഒഴിക്കണം. എന്തിനെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? ഒച്ച വെച്ച് സംസാരിച്ചത് ഞങ്ങളല്ല, നിന്റെ പെങ്ങളാ. സ്വന്തം ഭർത്താവിന്റെ ദേഹം ഒന്ന് തുടച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോ അതുപോലും ചെയ്യാതെ അവൾ അമ്പലത്തിൽ തൊഴാൻ പോയിരിക്കുന്നു. ഇവളെയൊക്കെ ഏത് ദൈവം അനുഗ്രഹിക്കും? അല്ല, ഇപ്പൊ എന്താ നിങ്ങളുടെ പ്രശ്നം? ശിശിര അമ്പലത്തിൽ പോയതാണോ അതോ രാജീവിന്റെ ശരീരം തുടച്ചു കൊടുക്കുന്നതോ? രാജീവിന്റെ ശരീരം തുടച്ചു കൊടുക്കുന്ന തന്നെയാ പ്രശ്നം. ഒരു ഭാര്യക്കല്ലാതെ അത് ആർക്കാ ചെയ്യാൻ പറ്റുക? അത് പോട്ടെ, ശിശിരയുടെ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ. ഇനി ഇതിന്റെ പേരില് രാജീവിന്റെ കാര്യം നടക്കാതിരിക്കണ്ട. ഞാൻ ചെയ്തോളാം. അല്ല, നീ അവന്റെ ദേഹം തുടച്ചു കൊടുക്കാനോ? അതെന്താ, ഞാൻ തുടച്ചു കൊടുത്താൽ ശരിയാവൂലേ?